കൊച്ചിയിൽ തൊഴിൽ ചൂഷണത്തിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ടാർഗറ്റ് പൂർത്തിയാകാത്തവരെ കഴുത്തിൽ നായ്ക്കൾക്ക് ഉപയോഗിക്കുന്ന ബെൽറ്റ് ഇട്ട് നടത്തിച്ചു. നിർത്തും എന്നിട്ട് തോറ്റ ടീമിന്റെ ഹാൻഡ് അടിച്ചിട്ട് പരസ്പരം അങ്ങാട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുക. അതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുക. കൊച്ചിയിൽ മാർക്കറ്റ് കമ്പനിയിൽ തൊഴിലാളികൾ നേരിട്ടത് ക്രൂരമായിട്ടുള്ള പീഡനം. ദൃശ്യമാധ്യമങ്ങളിലൂടെ ക്രൂര പീഡനങ്ങളുടെ ദൃശ്യം പ്രചരിക്കുന്നു. മാർക്കറ്റിംഗ് ടാർഗറ്റ് കിട്ടാത്ത തൊഴിലാളികൾക്ക് ക്രൂരമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നു. നായയെപ്പോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നടക്കേണ്ടി വന്നു, മുട്ടിലിഴയേണ്ടി വന്നു, നിലത്ത് തുപ്പിയിട്ടത് നക്കി തുടക്കേണ്ടി വന്നു, നിലത്തിലെ നാണയത്തെ വായ കൊണ്ട് എടുപ്പിക്കുക, അങ്ങനെ രൂക്ഷമായ ക്രൂരമായ ശിക്ഷാ രീതികളായിരുന്നു അവിടെ അരങ്ങേറിയത്. ദൃശ്യമാധ്യമങ്ങളിൽ ആ ചിത്രങ്ങളിതാ പുറത്തുവിട്ടിരിക്കുകയാണ്. തൊഴിൽ പീഡനത്തിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന വാർത്താദിനമാണെന്ന്. മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെ നായ്ക്കളെ പോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നടത്തിച്ചു. പെരുമ്പാവൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് കൊടും ക്രൂരതയെന്ന് മുൻ ജീവനക്കാരൻ പറഞ്ഞു. സംഭവത്തിൽ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഇതേ ഏജൻസിയുടെ കീഴിലുള്ള പെരുമ്പാവൂർ അറക്കപ്പടിയിലെ ഓഫീസ് കെട്ടിടത്തിൽ ലേബർ ഓഫീസറും പോലീസും പരിശോധന നടത്തി. ടാർഗറ്റ് പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ ക്രൂരപീഡനമേൽക്കുന്ന തൊഴിലാളികളെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പെരുമ്പാവൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് പീഡനം നടന്നതെന്ന് മുൻ ജീവനക്കാരൻ. നനഞ്ഞ തുണിയൊക്കെ അതുകൊണ്ട് തല്ലരും, പിന്നെ വൃത്തിയായിട്ട പണിഷ്മെന്റാണ് ഈ പരസ്പരം റാൻഡായിട്ട് അഴിക്കുക. പിന്നെ ഈ ചീന പടം 2 ദിവസം പഴകിയ പടമായിരുന്നു, അത് എടുത്തിട്ട് വന്നിട്ട് വേസ്റ്റ് വസ്തുവിനെ എടുത്തിട്ട് താഴെ ഇട്ടിട്ട് ഈ എന്താണ് അതിനെ തുപ്പിയിട്ട് അതാക്കാൻ പറയും. പിന്നെ ഒരു കോഴി നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടെ വെക്കുക, അവിടെ തിരിച്ചിങ്ങാട്ട് വെക്കുക. വാർത്തയ്ക്ക് പിന്നാലെ സ്ഥാപനത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വം വുമായി ബന്ധപ്പെട്ട പരാതി പോലീസിൽ നൽകിയെങ്കിലും പോലീസ് തുടക്കത്തിലൊന്നും ഇത് മുഖവിലക്കെടുത്തിരുന്നില്ല. നേരത്തെ തന്നെ നിരവധി പേർ പോലീസിനോട് പരാതിപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇര തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇര ഉന്നയിക്കുന്നത്. പരാതിയുമായിട്ട് എത്തിയപ്പോൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞ് പോലീസ് നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസും അധികാരികളും ഇവർക്ക് സപ്പോർട്ടാണ് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. യാഥാർത്ഥ്യമുള്ളതാണോ? തീർച്ചയായും. കാരണം യാഥാർത്ഥ്യമുള്ളതായപ്പോഴത്തേക്ക് ചോദിക്കേണ്ട കാര്യമില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ക്രൂരമായ പീഡനങ്ങളാണോ ഈ സ്ഥാപനത്തിൽ നടന്നത്? താങ്കൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ് പ്രിയ സുഹൃത്തെ? ഹലോ, ആ പിടിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളൊക്കെ ആരാണ്? ഈ കഴുത്തിലൊക്കെ ഇങ്ങനെ ബെൽറ്റ് ഇട്ട് പിടിച്ചുകൊണ്ട് നേതൃത്വം നൽകുന്നത് ആരൊക്കെയാണ്? എന്തോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരൊക്കെയാണ്? ഈ ഉബൈൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്. അയാൾക്ക് താഴെയുള്ള മാനേജർമാരും ഉബൈലും കൂട്ടരുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. ടാർഗറ്റ് ലഭിക്കാത്ത വ്യക്തികളെ, ടാർഗറ്റ് ലഭിക്കാത്ത ലേബേഴ്സിനെ നിഷ്ഠൂരമായ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു എന്നാണ് മുൻ ജീവനക്കാരെല്ലാം വെളിപ്പെടുത്തുന്നത്. ഫോട്ടോയിൽ കാണുന്ന ഉബൈൽ KP എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരം നിഷ്ഠൂരമായിട്ടുള്ള കൊടും ക്രിമിനൽ രീതിയിലുള്ള ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ചിരുന്നത്. ഉബൈൽ അറിയാതെ ആരും ഇത് ചെയ്തിരുന്നില്ല. ഉബൈലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഉബൈൽ ലീവായ സമയത്തും അയാൾ ഇല്ലാത്ത സമയത്തും ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഉബൈൽ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരത്തെ ഒരു കേസുമായിട്ട് അയാൾ അറസ്റ്റ് ചെയ്തിരുന്നു. സ്ഥാപനത്തിൽ വന്നിരുന്ന ഒരു പെൺകുട്ടിയെ ഇയാൾ ഇതുപോലെ ദുരുപയോഗം ചെയ്തു. ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി ശാരീരികമായിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഉബൈൽ ജയിലിലായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഈ ഒരു തൊഴിലാളികൾക്കിടയിൽ വന്ന് ഇത്തരത്തിലുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത തൊഴിലാളികളെ കഠിനമായിട്ടുള്ള രൂക്ഷമായ രീതിയിൽ പീഡിപ്പിക്കാൻ ഉള്ള നേതൃത്വം കൊടുത്തത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും നേരിട്ട കൊടും ക്രൂരതയെക്കുറിച്ച് ഇര തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മറ്റു തോറ്റ ടീമിന്റെ ഹാൻഡ് അടിച്ചിട്ട് പരസ്പരം അങ്ങാട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുക. അതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇറങ്ങാൻ വേണ്ടി ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് വെച്ച അവസ്ഥയിലാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ഇതുപോലെ ബിസിനസ് ഡൗൺ ആയതുകൊണ്ട് തന്നെ അവരെനിക്ക് തന്ന പണിഷ്മെന്റ് ഈ വായുവിൽ കസേര എടുത്തു ഇങ്ങനെ കൈ നീട്ടി ഇരിക്കണ പോലെ അടിച്ചിട്ട് വായിൽ കുറേ ഉപ്പ് അടിച്ചു. അതൊക്കെ നമുക്ക് അറിയിക്കുന്ന പോലെ അത്ര ഉപ്പൊന്നുമല്ല, ഒരു കൈ നിറയെ കുന്നുപോലെ ആക്കിയിട്ട് ഉപ്പ് വാലിട്ട് വരും. അപ്പൊ അത് ഉള്ളിലിരിക്കുമ്പോൾ എങ്ങനെയൊക്കെ പെട്ടെന്ന് അഴുകൂലേ, ആ സംഭവം എൻ്റെ ഉണ്ടാവും. അവർ തുപ്പിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആ സാധനം തന്നെ തുപ്പിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവർ സമ്മതിച്ചില്ല. തുപ്പാൻ പാടില്ല, ഉബൈൽ സാർ പറഞ്ഞത് തുപ്പാൻ പാടില്ല. ഈ കൊടിയ പീഡനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്. അമേരിക്കയിലോ ലണ്ടനിലോ ഉഗാണ്ടയിലോ ആഫ്രിക്കയിലോ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകൾ നടക്കുന്നത്. ഇത്രമാത്രം പൈശാചികമായിട്ടുള്ള രീതിയിലുള്ള പീഡനങ്ങൾ നടത്തുന്ന ഇവർക്ക്
അത്രമാത്രം രാഷ്ട്രീയവും ഭരണ സ്വാധീനവും ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇതാ ഈ കേസിനെ തേച്ച് മായ്ച്ച് കളയുകയാണ്. ഇത് ലേബേഴ്സ് തമ്മിലുള്ള പ്രശ്നമാണ്, മുതലാളിമാർ തമ്മിലുണ്ടായ ഈഗോ ക്ലാഷാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം വന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചില തൊഴിലാളികളും ഉണ്ട്. കാരണം അവർക്ക് അവരുടെ ജീവിതമാണ്, വരുമാനമാണ്, സ്വാഭാവികമായിട്ടും അതിൽ പിടിച്ചു നിൽക്കുക എന്നേ അവർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഈ സ്ഥാപനത്തിനെ കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. അതിന് പകരം ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള ഈ ഒരു പിഴവിനെ അവർ പറയുന്നത് ഇതെല്ലാം വ്യാജമാണ് എന്ന തരത്തിലേക്കാണ്. അതുപോലെ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും ഇതിനെ വ്യാജമാണെന്ന രീതിയിലേക്ക് തള്ളുകയാണ്. എന്നാൽ ഇതെല്ലാം നടന്ന കാര്യങ്ങൾ തന്നെയാണ്. തെളിവ് സഹിതം കൊണ്ടു ചെന്നിട്ടും അതിനെ വ്യാജമാണെന്ന് പറഞ്ഞ് മാറ്റുന്നത് നമ്മുടെ കേരളത്തിലേ നടക്കുകയുള്ളൂ, ഇവിടുത്തെ നിയമത്തിന് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും വിലപ്പെട്ട കമൻറ്റുകളുമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക്